ഹലോ ഗായ്സ്, ഞാൻ അദ്വൈത്. ഇന്ന് നമ്മളൊരു പരീക്ഷണമാണ് ചെയ്യാൻ പോകുന്നത്. സവാള, കിഴങ്ങ്, ഇഞ്ചി വെച്ചാണ് നടാൻ പോവുകയാണ്. ആദ്യം നമ്മൾ ഗ്രോ ബാഗ് നല്ലതായിട്ട് നോക്കുക. എന്നിട്ട് മണ്ണ് വെട്ടിയിട്ടത് നല്ലതായിട്ട് പകുതി നിറച്ച് കൊടുക്കണം. ഞാൻ കൊടുക്കുകയാണ്, എന്നാലേ വേര് നല്ലതായിട്ട് ഇറങ്ങത്തുള്ളൂ. അപ്പോൾ മണ്ണ് നല്ലതായിട്ട് നിറച്ചെടുക്കണം കേട്ടോ. നല്ലതായിട്ട് നിറച്ചെടുത്തിട്ടുണ്ട്. ഇതാണ്ട് നല്ലതായിട്ട് നിറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ മണ്ണ് വെട്ടിയിട്ടുകൊണ്ട് ഇളകി കിടക്കുമായിരിക്കും വേറെ ഇറങ്ങാൻ വേണ്ടി. എന്നിട്ട് നമ്മളിത് കൊണ്ടുപോവുകയാണ്. അങ്ങനെ കുറേ നിറച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ നമ്മൾ നിറച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെക്കേണ്ടതെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ ഉള്ളിയാണ് നടാൻ പോകുന്നത്. ഉള്ളി നടുമ്പോൾ നല്ലതായിട്ട് നടുക്ക് വശം കുഴിക്കുക. ചാണകപ്പൊടി എല്ലാം ഇതിൻ്റെ അകത്ത് മിക്സാണ്, അതുകൊണ്ട് ചാണകപ്പൊടി ഇടേണ്ട ആവശ്യമില്ല. എന്നിട്ട് അതിൻ്റെ കിളിച്ച ഭാഗം മാത്രം വെക്കുക. ഉള്ളി അമ്മൂമ്മ ഉപയോഗിച്ചതായിരുന്നു, പക്ഷേ ഉപയോഗിച്ചതിൻ്റെ ബാക്കിയാണ്, ഉപയോഗിക്കാതെ കിടന്നതാണ്. അപ്പോൾ അടുത്തതിൻ്റെ അത് നമ്മൾ നടാൻ പോവുകയാണ്. നല്ലതായിട്ട് കുഴിച്ച് അത് കിളിച്ചത് മാത്രം വെച്ചാൽ മതി. ഇന്ന് ഞാൻ വെറുതെ നടന്നപ്പോൾ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അമ്മയോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് വേണ്ടാത്ത നട്ടോളാൻ പറഞ്ഞു. അപ്പോൾ അടുത്തത് നടാൻ പോവുകയാണ്. അങ്ങനെ നല്ലതായിട്ട് കുഴിച്ച് ഒരിക്കലും ഇത് മൂടരുത്. ആ കിളിച്ച് വരുന്നത് എന്നാൽ ചിലപ്പോഴേ കിളിക്കത്തുള്ളൂ. പക്ഷെ ഇത് ചെറുതായിട്ടൊക്കെ അളിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് രണ്ടെണ്ണമാണ് ഒരുമിച്ച് നടാൻ പോവുകയാണ്. അപ്പോൾ സൈഡിൽ നടരുത്, ഇങ്ങനെ നടണം. കണ്ടോ, ഇങ്ങനെ നടണം. കണ്ടോ, ഇതിൻ്റെ ഇത് മാത്രം ഉള്ളി കാണുന്നത്, കിളിച്ചത് മാത്രം. പക്ഷെ വേര് ഇറങ്ങണം. ചാണകപ്പൊടി ഇടുന്ന അടുത്ത വീഡിയോ കാണിക്കുന്നതാണ്. കിഴങ്ങ്, അടുത്ത കിഴങ്ങാണ് നടാൻ പോകുന്നത്. കിഴങ്ങ് ഇങ്ങനെ അതുപോലെ തന്നെയാണ്, കിളിച്ച ഭാഗം കാണണം. ഞാൻ ഒത്തിരി കുളിച്ചു പോയി. ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ കിഴങ്ങ് മാത്രം മൂടിയാൽ മതി. ബാക്കി ഒരിക്കലും മൂടരുത്, കരിയിലായിരുന്നു കളഞ്ഞു. ഇത് രണ്ടെണ്ണം നടാൻ പോവുകയാണ്. കവർ ഞാൻ നിറച്ചപ്പോൾ നേരത്തെ ഇത്ര ഉള്ളായിരുന്നു. ഇപ്പോൾ ഇത് നടുകയാണ്. നല്ലതായിട്ട് നട്ട് കൊടുക്കുക, എന്നാലേ വെക്കുന്നതിൻ്റെ ഗുണം നമുക്ക് കിട്ടും. ഇത് ഇങ്ങനെ കിളിച്ചിട്ടുള്ളതുകൊണ്ട് കിഴങ്ങ് ഇച്ചിരി കണ്ടോട്ടെ, കുഴപ്പമില്ല. കിഴങ്ങൊക്കെ അത് മൂടാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ മതി. ഇടയ്ക്ക് കരിയില വരുന്നുണ്ട്, അതാണ് ഞാൻ എടുത്ത് കളയുന്നത്. എന്നിട്ട് ഇങ്ങനെ നടണം. ഇതിന് രണ്ടെണ്ണമാണ് നടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഗ്രോ ബാഗ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇതെല്ലാം അമ്മൂമ്മ ഉപയോഗിച്ചതിൻ്റെ ബാക്കിയായിരുന്നു, അവിടെ കിടന്ന് കിളിച്ചതാണ്. നല്ലതായിട്ട് ഇങ്ങനൊന്ന് ഞാൻ വിതറി കൊടുക്കുന്നേ ഉള്ളൂ. കിഴങ്ങിൻ്റെ എല്ലായിടവും കിളിക്കുന്നതുകൊണ്ട് വിതറി ഇങ്ങനെ ഇവിടെ മാത്രമേ വെക്കത്തുള്ളൂ. വെച്ചതിൽ കൊണ്ട് വെക്കരുത്, കുറച്ചൊക്കെ മണ്ണിങ്ങനെ ഇട്ടാൽ മതി. അടുത്ത രണ്ടെണ്ണം വേണം. നല്ലതായിട്ട് കുഴിച്ച് നല്ലതായിട്ട് വെക്കുക. നല്ല വൃത്തിയായിട്ട് വെക്കണം. വെക്കണം. കരിയിൽ ഇറക്കി കയറി വരുന്നു, എൻ്റെ വേരൊക്കെ വരുന്നു. മണ്ണ് വെട്ടിയപ്പോൾ ചാണകമൊക്കെ ഇടാറുണ്ട്. ഞങ്ങളുടെ അപ്പുറത്ത് പശു ഉള്ളതുകൊണ്ട് ചാണകം നല്ലതായിട്ട് കിട്ടുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും ചാണകം എടുക്കാം. ചാണകക്കുഴി പോലെ വരുന്നതുകൊണ്ട് അവിടെ ഇട്ടേക്കുന്നതുകൊണ്ട് ഉണങ്ങിയ ചാണകമുണ്ട്. അടുത്ത നമ്മൾ ഇഞ്ചിയാണ് നടാൻ പോകുന്നത്. ഇഞ്ചി ഇങ്ങനെ കുത്തി വെക്കാനാണ് അമ്മൂമ്മ പറഞ്ഞത്. എനിക്കറിയാത്തതുകൊണ്ട് മുള വന്ന ഭാഗം മുകളിലോട്ട് വെക്കും. മുള വന്ന ഭാഗം മാത്രം മേലോട്ട് വെക്കണം. അമ്മയാണ് വീഡിയോ എടുക്കുന്നത്. അമ്മയ്ക്ക് അറിയാവുന്നതുകൊണ്ട് അമ്മ പറഞ്ഞു തരികയാണ്.
ഇങ്ങനെ മുള വന്ന ഭാഗം മാത്രമേ ഞാൻ വെക്കത്തുള്ളൂ. കമ്പി വരുന്നത് എന്തോ ആ മണ്ണിൽ താണ്ടാണ്. എല്ലാം ഒരുമിച്ച് വെക്കുവാനാണ് അമ്മൂമ്മ പറഞ്ഞത്. അതുകൊണ്ട് എല്ലാം നമ്മൾ ഒറ്റ ഇതിൽ തന്നെ വെക്കുകയാണ്. അതുമല്ല ഈ മുള വിളിക്കുന്നുണ്ട്, അത് ശ്രദ്ധിച്ച് വെക്കണം. ചിലപ്പോൾ മുള കാണത്തില്ലെന്ന് വിചാരിക്കും, പക്ഷേ നല്ലതായിട്ട് മുളയുണ്ട്. ഇഞ്ചിയുടെ ഇങ്ങനെ സൈഡിലായിട്ടൊക്കെ ഇരിക്കുന്നത്, അത് ഇതുപോലത്തെ സാധനമാണെന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ കാണത്തില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ കാണാൻ ഇവിടെ ഉണ്ടാകും. ഇങ്ങനെ കൂട്ടി കാത്ത് നല്ല വൃത്തിയായിട്ട് വെക്കണം. അപ്പോൾ എല്ലാം നട്ടിട്ടുണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ചാണകപ്പൊടി എല്ലാം ഇടണം. പിന്നെ നമ്മൾ വളം അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അതുകൊണ്ട് വളം അറിയാവുന്നവർ എനിക്കൊന്ന് ഇതിൻ്റെ അകത്ത് ഇട്ട് തരണം. രാത്രി ആയതുകൊണ്ടാണ് ഇത് ഇരുട്ടായിട്ടുള്ളത്. ഞാൻ സ്കൂളിൽ നിന്ന് വന്ന് ട്യൂഷനൊക്കെ പോയി കഴിഞ്ഞ് കുറച്ചൊക്കെ പഠിച്ചിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് രാത്രി ആയതുകൊണ്ടാണ് ഇത് ക്ലിയർ ആയിട്ട് അത്രയ്ക്ക് കിട്ടത്തില്ലായിരിക്കും, അറിയത്തില്ല. പക്ഷേ ഇത് നല്ലതായിട്ട് അറിയാവുന്നവർ എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് കാണണം. ഇഞ്ചി, കിഴങ്ങ്, ഉള്ളി, അത് വളവും എല്ലാം എത്രയൊക്കെ ദിവസങ്ങളിലാണ് ഇടേണ്ടത് അതെല്ലാം കമൻറ്റ് ചെയ്യണം. പിന്നെ ഒരു കാര്യമുണ്ട്, അപ്പുറത്തെ പശുവിന് കൊടുക്കാൻ കൊണ്ടുവന്നതാണ്, പക്ഷെ കൊടുക്കാതെ ഇട്ടിരുന്ന് ഇതിതാണ് ചോളം. അത് ചെറുതായിട്ട് അളിഞ്ഞിട്ടൊക്കെ ഉണ്ട്, പക്ഷെ മുള പൊട്ടി വരുന്നുണ്ട്. ഇതിന് എങ്ങനെയൊക്കെ നടണം, വളം എന്തൊക്കെ ഇടണ്ടേ എല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യണം. ശരി, ബൈ.